നമസ്കാരം. കമ്മ്യൂണിസം പഴകിപ്പിഞ്ചിയ ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ച ചരിത്രം ലോകത്തില്ല. കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ളവർ ഇപ്പോൾ മാറ്റി ചിന്തിക്കുകയാണ്. ഇത്രയും കാലം തങ്ങൾ ഇതുപോലൊരു നാടു നശീകരണ സംഘത്തിലാണല്ലോ പ്രവർത്തിച്ചത് എന്നുള്ള ചിന്ത അവരെ വല്ലാതെ നാണം കെടുത്തുന്നുണ്ട്. മറ്റു പാർട്ടികളെ പോലെയല്ല CPM. പാർട്ടി വിട്ടുപോയാലോ പാർട്ടിയെയോ പാർട്ടി നേതാക്കളെയോ വിമർശിച്ചാലോ എന്താണ് ഉണ്ടാകുന്നതെന്ന് CPM അണികൾക്ക് നന്നായി അറിയാം. TP ചന്ദ്രശേഖരൻ എന്ന സഖാവ് അവരെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സജീവമായി പങ്കെടുത്തിരുന്നയാളാണ് റെജി ലൂക്കോസ്. ഇടതു സഹയാത്രികൻ എന്നാണ് ചാനലുകൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ തലയ്ക്കകത്ത് തലച്ചോറിന് പകരം മറ്റെന്തെങ്കിലും ആണോ എന്ന്. എന്തായാലും ഈ റെജി ലൂക്കോസ് ഇടതുപക്ഷത്തു നിന്ന് വിട്ട് BJPയിൽ എത്തിയിട്ടുണ്ട്. റെജി ലൂക്കോസ് മാത്രമല്ല, ചാനൽ ചർച്ചകളിലെ മറ്റൊരു ഇടതുപക്ഷ സാന്നിധ്യമായ അഡ്വക്കേറ്റ് ഹസ്കറും CPMനെ വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റെജി ലൂക്കോസ് BJPയിൽ എത്തിപ്പെട്ടതിനെ പറ്റി സഖാവ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് സമൂഹ മാധ്യമത്തിൽ ഒരു പരിഹാസ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: എന്തൊക്കെയായിരുന്നു റെജി ലൂക്കോസിന്റെ ചാനലുകളിലെ പ്രകടനം? CPKMനെ സംരക്ഷിക്കാൻ. CPKM എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് CPKM എന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് എന്നാണ് ആശ ലോറൻസ് CPKMന് നൽകിയിരിക്കുന്ന നിർവചനം. കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പാർട്ടിക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു പേരില്ല. എന്തായാലും CPKMനെ സംരക്ഷിക്കാൻ AKG സെന്ററിൽ നിന്ന് കൂലിയും മേടിച്ച് ചാനലുകളിൽ വന്നിരുന്ന കുറേ പൊട്ടത്തരങ്ങളും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് താരമായിരുന്ന സഖാവ് റെജി ലൂക്കോസ് ഇനി മുതൽ സംഘി റെജി ലൂക്കോസ് എന്നറിയപ്പെടും. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കിട്ടു നടക്കുന്നതു ചിലർ. ആ ചിലരിൽ സഖാവ് റെജി ലൂക്കോസും. AKG സെന്ററിൽ നിന്ന് കലഹിച്ച് മാരാർജി ഭവനിൽ എത്തപ്പെട്ടു. എന്നെ എത്രയെത്ര നീചമായി അപമാനിച്ചിരിക്കുന്നു അലവലാദികളായ CPKM സഖാക്കൾ ആൻഡ് സഖാത്തികൾ. സുരേന്ദ്രൻ എത്ര തന്നടി, സംഘിണി, കൃസംഘിണി, ചാണകം. ഞങ്ങളുടെ പാർട്ടിയുടെ എച്ചിൽ നിന്ന് വളർന്നതല്ലേടി. എത്ര നീചമായി സംസ്കാരമില്ലാത്ത രീതിയിൽ അപമാനിച്ചിരിക്കുന്നു, ഇപ്പോഴും അപമാനിക്കുന്നു. CPKM സഖാക്കളെ, സഖാത്തികളെ, ഇതിലെ മാരാർജി ഭവനിലേക്ക് മാർച്ച് ചെയ്യൂ. അമേരിക്കയിലേക്ക് നോക്കി ട്രംപിനെ അമേരിക്കയുടെ അതിർത്തി പഠിപ്പിക്കാൻ നടക്കുന്ന നേരത്ത് മാരാർജി ഭവന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത് നോക്കൂ. വിടർന്നു താമര മുകുളങ്ങൾ. റെജി ലൂക്കോസെ, കുറച്ചുനാൾ മുന്നേ പോലും നിങ്ങൾ എന്നെ അപമാനിച്ചില്ലേ? എന്തിനാണ് എൻ്റെ പോസ്റ്റിന് വാർത്താ പ്രാധാന്യം നൽകുന്നതെന്ന ജനം TVയിൽ വന്നിരുന്ന് ചോദിച്ചില്ലേ നിങ്ങൾ? AKG സെന്ററിലെ നിർദ്ദേശപ്രകാരമായിരുന്നല്ലോ അപമാനിക്കൽ. അപ്പോൾ ഇനി എങ്ങനെയാ കാര്യങ്ങൾ? AKG സെന്ററിന്റെ മുന്നിലൂടെ പോകുമോ? പഴയ നേതാക്കളെ ഇനി ചാനലിൽ വന്നിരുന്ന് അപമാനിക്കണ്ടേ? സഖാവ് റെജി ലൂക്കോസ് ഡിലേറ്റഡ്. ഇനി മുതൽ റെജി ലൂക്കോസ് ജി. ഇനി എത്ര സഖാക്കളും സഖാത്തികളും മാരാർജി ഭവനിലേക്ക് എത്തും. റഹീമിക്ക, കിൻഡർ ജോയ് കഴിക്കുന്ന പയ്യനാണോ സഖാവ് റെജി ലൂക്കോസ് ജി? റഹീമിക്ക, can you make an audit of pure Sanghis who is still in your poor Communist Party of Kerala, local party which known as National Party of Kerala, always dealing and auditing international business as well as politics and threatening Modi, Trump and Netanyahu. ഇങ്ങനെ പറഞ്ഞാണ് ആശ ലോറൻസ് തൻ്റെ പരിഹാസം അവസാനിപ്പിച്ചിരിക്കുന്നത്. തൊലിക്കെട്ടി ഇല്ലാത്തത് കൊണ്ടും നാണവും നാണക്കേടും മാനവും മാനക്കേടും എന്താണ് എന്നറിയാത്തത് കൊണ്ടും അവർക്കതൊരു പ്രശ്നമേ അല്ല. നാണക്കേട് സഹിച്ച് ഇപ്പോഴും പലരും പിടിച്ചു നിൽക്കുന്നത് പാർട്ടി വിട്ടാൽ പാർട്ടി കൊലയാളികളുടെ പിച്ചാത്തിക്ക് പണിയുണ്ടാക്കണ്ട എന്ന് കരുതിയാണ്. തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം പാർട്ടി ദുർബലമായി എന്നറിഞ്ഞാൽ ആ നിമിഷം അവർ പാർട്ടി വിടുമെന്ന് ഉറപ്പാണ്. ആശ ലോറൻസ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇനിയും എത്രയോ അഭിനവ സഖാക്കളും സഖാത്തികളും മാരാർജി ഭവന്റെ തിണ്ണം നിരങ്ങാനിരിക്കുന്നു.